ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് ശവം നിഷിദ്ധമാക്കിയിട്ടുണ്ട് ജനങ്ങളെ. അറുത്തതാണ് തിന്നാൻ പറ്റുക, അല്ലാതെ ചത്തത് തിന്നാൻ പാടില്ല എന്ന് കരുതിയിട്ട് ചത്തത് എല്ലാം തിന്നാൻ പാടില്ല എന്നില്ല. അതറിയാഞ്ഞിട്ടാണ് ഇപ്പൊ സുബ്ഹാനല്ലാഹ് വലിയ സങ്കടത്തോടെ പറയട്ടെ, ആരും വന്നിട്ട് വ്ലോഗറായാൽ മതി എന്നാണ് പലരുടെയും ധാരണ. വ്ലോഗറായാൽ പിന്നെ ഇതാ ഓൺലൈനിലങ്ങ് വന്ന് ദീൻ പറയുന്ന കാലമാണ്. പറയട്ടെ, വിവരമില്ലാത്ത ഒരു താത്തക്കും ദീൻ പറയാൻ ഇവിടെ അധികാരം ഏൽപ്പിച്ചിട്ടില്ല. ഇന്ത്യയിൽ അതിന് സ്വാതന്ത്ര്യമില്ല എന്നല്ല, ഇവിടെ എന്ത് നല്ലതിനും സ്വാതന്ത്ര്യമുണ്ട്, എന്ത് അതാ ചീത്തയായതിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഓ സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങൾ മുഅ്മിനാണോ എന്നാൽ മാത്രമേ നിങ്ങളോടിത് പറയുന്നുള്ളൂ. അല്ലാത്തവരോട് ഞങ്ങൾക്ക് പറയലില്ല, ആരോടും നിർബന്ധിക്കലില്ല. ഇസ്ലാമിന്റെ തത്വം തന്നെ ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധിപ്പിക്കുന്ന വിഷയമേ ഇല്ല. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, അതേ താൽപര്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങൾക്ക് വഅദ് പറയാനേ കഴിയൂ, ദീനിന്റെ നിയമങ്ങൾ പറയാനേ കഴിയൂ, അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അപ്പോ ചില പെൺകുട്ടികൾ ഒച്ചപ്പാടുണ്ടാക്കി, സുബ്ഹാനല്ലാഹ്, ചത്ത മത്സ്യം കഴിക്കുകയാണ് എന്ന് പറഞ്ഞു. മൗലവിമാര് ചത്ത മത്സ്യം കഴിക്കുകയാണ് എന്ന് പറഞ്ഞു. അവർക്കതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് എന്ത് ദീനറിയാം? ഏത് എക്സ് മുസ്ലിമിന് എന്ത് ദീനറിയാം? ഏത് മുർത്തദിന് എന്ത് ഇസ്ലാമിന്റെ നിയമം അറിയാം? തൊള്ളയിൽ അതാ തോന്നിയതിങ്ങനെ വിളിച്ചു പറയാനുള്ളതാണോ? നാക്കിനൊരു ലൈസൻസ് വേണ്ടേ? ഇവിടെ ദീൻ പഠിപ്പിച്ച എത്ര ആലിമീങ്ങളുണ്ട്, ദീൻ പഠിച്ച എത്ര പണ്ഡിതന്മാരുണ്ട്. അവർ ദീൻ പഠിച്ചിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും അവരതാ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേവലം വഅദ് പറയുന്ന മുസ്ലിയാക്കന്മാരല്ല. അവരതാ രാത്രിയിൽ വഅദ് പറഞ്ഞാലോ പകൽ പോയിട്ട് ഉറക്കം ഖളാ വീട്ടാൻ അവർക്ക് വേണ്ടതുപോലെ നേരം കിട്ടൂല. അവരാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ. അതേ ദർസിലുള്ള മുതഅല്ലിമുകൾക്ക് ദർസ് ചൊല്ലിക്കൊടുക്കുന്നു, കിതാബ് ഓതിക്കൊടുക്കുന്നു. എന്നിട്ടോ ആ ആലിമീങ്ങളെ പരിഹസിക്കുകയാണ്. എന്നിട്ട് പറയാണ് ചത്ത മത്സ്യം കഴിക്കുന്നു. തോന്നിയത് വിളിച്ചു പറയരുതേ ഉമ്മമാരെ, സഹോദരിമാരെ. സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? ഇന്ന് ബ്ലോഗർമാരെ കാലമാണ്. അപ്പൊ ചില സ്ത്രീകൾ അങ്ങ് പ്രത്യക്ഷപ്പെട്ടിട്ട് തോന്നിയത് വിളിച്ചു പറയുന്നു. ചിലപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ പരിഹസിക്കാനിടയുണ്ട് എന്ന് കരുതിയിട്ട് നല്ലവരോട് ഉപദേശിക്കാതിരിക്കാൻ പറ്റുമോ? ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത, അതേ ശവം നിങ്ങൾക്ക് അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഒരു ചത്ത കോഴി എന്ന് കരുതാ, അത് നമുക്ക് തിന്നാൻ പറ്റൂല എന്ന് കരുതിയിട്ട് അടുത്ത വീട്ടിലെ അയൽവാസിക്ക് കൊടുക്കാൻ പറ്റുമോ? ആ അയൽവാസി ആ മുസ്ലിമാണ്, കൊടുക്കാൻ പറ്റുമോ? ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ചത്തത് നമുക്ക് പാടില്ല എന്ന് പറഞ്ഞതുപോലെ അവർക്കും അത് കൊടുക്കരുത്. അങ്ങനെയാണ് ചത്ത കോഴി. അപ്പൊ പിന്നെ കോഴി ചത്തോലെ ഇനിയിപ്പോ എനിക്ക് കഴിക്കാൻ പറ്റൂല എന്ന് കരുതിയിട്ട് അടുത്ത വീട്ടിലെ അമുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല എന്ന് കരുതിയിട്ട് അവർക്ക് കോഴി കൊടുക്കരുതെന്നല്ല, നല്ല ഉഷാറുള്ള കോഴി എന്നെ വാങ്ങിക്കൊടുക്കുക, ജീവനോടുകൂടെയുള്ള കോഴി വാങ്ങിക്കൊടുക്കുക, അതിന് വിരോധമൊന്നുമില്ല. ചത്തത് അവർക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ ചത്തതിന് എന്താ ചെയ്യാ? അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ മസ്അല പറഞ്ഞു. അതാ മറ്റു ജീവികൾക്ക് കൊടുക്കാം, നായക്ക് കൊടുക്കാം, പക്ഷിക്ക് കൊടുക്കാം, ഇതര ജീവികൾക്ക് കൊടുക്കാം. അപ്പൊ അമുസ്ലിമിന് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അമുസ്ലിമിനെ പരിഗണിക്കരുത് എന്നാണോ, സ്നേഹിക്കരുത് എന്നാണോ? അങ്ങനൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്, സക്കാത്തിന്റെ ബാബിൽ സക്കാത്ത് കൊടുക്കുന്ന മസ്അല പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞു, സക്കാത്ത് ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കുക. അതിൽ ഫഖീർ, മിസ്കീൻ, അവർക്ക് സക്കാത്ത് കൊടുക്കണം.
ആ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഫക്കീറോ ഒരു മിസ്കീനോ കാണാൻ നല്ല ആരോഗ്യമുള്ള ആളാണ്, നല്ല ഉഷാറാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഫക്കീറാണ്, ഞാൻ മിസ്കീനാണ്, അതുകൊണ്ട് നിങ്ങൾ സക്കാത്ത് എനിക്ക് തന്നാൽ അത് ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ സുദ്ദിഖ ബിലാ യമീനിൻ. പിന്നെ ഇയാൾ നല്ല ആരോഗ്യമുള്ള ആളല്ലേ, ഇയാൾക്ക് അധ്വാനിച്ച് ജീവിച്ചുകൂടെ എന്ന കമന്റ് ഒന്നും നമ്മൾ അടിക്കരുത്. നമ്മൾ അയാൾക്ക് അത് കൊടുക്കണം, അയാൾ ഫക്കീറാണെന്ന് നമ്മൾ സത്യം ചെയ്യിപ്പിക്കരുത് എന്നാണ്. അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ അപ്പൊ സക്കാത്ത് കൊടുക്കുന്ന അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ആ സക്കാത്ത് നമ്മള് വേണമെങ്കിൽ നമ്മൾ നിയത്തൊക്കെ വെച്ചിട്ട് ഒരു അമുസ്ലിമിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല എന്ന് മഹാന്മാർ പറഞ്ഞു. ഞാൻ എന്റെ സക്കാത്ത് എന്തിനാ ഞാനിത് പറയുന്നത്? അമുസ്ലിംകളോട് ഇസ്ലാം എത്ര കണ്ട് നല്ല രൂപത്തിലാണ് സേവസിക്കാൻ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാം അത് വിദ്വേഷം പരത്തുന്ന മതം അല്ലേ അല്ല. ഇസ്ലാം വൈരാഗ്യം പ്രചരിപ്പിക്കുന്ന മതം അല്ല. ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാ മനുഷ്യന്മാരെയും പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. മനുഷ്യർക്കൊപ്പം വേണം എന്ന വിശാലമായ ആശയം പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്ന് കരുതിയിട്ട് ഇസ്ലാം അതാ ചില ആളുകളോട് പ്രത്യേകമായ രൂപത്തിലെ സഹവസിക്കാവൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവരോട് ആ രൂപത്തിൽ തന്നെ സഹവസിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്താൽ അയാളെ തിരിച്ചെടുക്കുന്നത് വരെ ആ അച്ചടക്കലംഘനം അത് ആ നിയമം സ്വീകരിച്ചിട്ടുണ്ടാകും. തിരിച്ചെടുക്കുന്നത് വരെ അങ്ങനെയാണ്. ഇതുപോലെ ചില ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, എന്നാൽ അവരോട് ഇസ്ലാം പുലർത്തിയ ചില നിലപാടുണ്ട്. അവരെ നന്നാക്കാൻ നോക്കണം. അവർ നന്നാകുന്നില്ല എങ്കിൽ അവരോട് സലാം പറയലെങ്ങനെ, സലാം പറഞ്ഞാൽ മടക്കലെങ്ങനെ, അവരെ കല്യാണ വീട്ടിൽ പോകലെങ്ങനെ, മരിച്ച വീട്ടിൽ പോകലെങ്ങനെ, രോഗിയാണെങ്കിൽ കാണാൻ പോകലെങ്ങനെ, അതെല്ലാം അറിയുന്ന പണ്ഡിതന്മാർ അതാത് കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് നവറല്ലാഹു മർഖദ, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവറല്ലാഹു മർഖദ, അതുപോലെ തന്നെ ഈ പരിസരങ്ങളിലെ പ്രഗൽഭരായ മഹത്തുക്കൾ ഖുതുബിത്തങ്ങൾ നവറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ നവറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമാ നവറല്ലാഹു മർഖദ, ഈ എല്ലാ മഹാന്മാരും അത് വിശദമായി എക്കാലത്തും അവർ പഠിപ്പിച്ചതാണ്. ആ ആദർശം ഇന്നും നിലനിൽക്കുന്നതാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇസ്ലാം പറഞ്ഞ ഓരോ നിലപാടുണ്ട്, ഓരോ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ എന്ന് കരുതിയിട്ട് അമുസ്ലിമിന് ചത്തത് കൊടുക്കാൻ പറ്റൂല. ജീവനോടുള്ള നല്ലൊരു ഫ്രഷ് കോഴി വാങ്ങിക്കൊടുക്കൽ നല്ലത് തന്നെയാണ്, അതിന് വിരോധമൊന്നുമില്ല. നമുക്ക് പാടില്ലാത്തത് അവർക്കത് കൊടുക്കാൻ പാടില്ല, ജീവികൾക്ക് കൊടുക്കാം. എന്നാൽ സക്കാത്ത് കൊടുക്കുമ്പോഴോ എന്റെ സക്കാത്ത് അതാ ഇന്ന അവകാശിയെ പറഞ്ഞിട്ട് ഞാൻ ഒരു അമുസ്ലിമിനെ ഏൽപ്പിക്കുകയാണ്. ഈ നാട്ടിലെ കല്ലറക്കലിലെ ഇന്ന ഒരു മഹ്മൂദ് അല്ലെങ്കിൽ അഹമ്മദ്, അയാൾ ഫക്കീറാണ്, മിസ്കിനാണ്, ഇത് എന്റെ സക്കാത്താണ്, ഞാൻ നിയത്ത് വെച്ചു, ഇതാ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്, ഒന്ന് പോയി കൊടുക്കണേ എന്ന് കരുതിയിട്ട് അയാളെ ഏൽപ്പിക്കുന്നതിന് വിരോധമല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മസ്അല പറഞ്ഞു. ഞാൻ എന്തിനത് പറഞ്ഞു? ഇത് പറയാൻ കാരണം മനുഷ്യരെ എല്ലാവരും പരിഗണിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു. ഇപ്പൊ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാൻ ഉമ്മമാരോടാണ് പറഞ്ഞത്, സഹോദരിമാരോടാണ് പറഞ്ഞത്. കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുമ്പോ ഏത് ബിസ്ക്കറ്റ് ആണെന്ന് നോക്കണം, ഏത് മിഠായി ആണെന്ന് നോക്കണം. പിന്നെ ഈ കുട്ടികൾ നന്നായിട്ടില്ല എന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് ഒരു ചെടി കാണിച്ചു. എന്തായാലും പറയാം, നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല, തൂവാന്ന. ആ തൂവക്ക് ഒരു പ്രത്യേകത ഉണ്ട്. തൂവക്കൊന്നല്ല, അത് വേറെയാണ്. പോളൂ. അപ്പൊ അയാൾ ഈ തൂവ അങ്ങ് എടുത്തിട്ട് എന്റെ കയ്യിൽ പിടിച്ചിട്ട് പിന്നെ ഉസ്താദ് ഇതൊന്ന് പിടിക്കുമെന്ന് ചോദിച്ചു. എനിക്ക് ഈ തൂവ, ഇതെന്തു തൂവ? നമുക്കാകെ പിന്നെ ദീനിൽ പറഞ്ഞൊരു തൂവ ഉണ്ട്, അത് മാത്രം. ഈ തൂവനെ നമുക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ എന്റെ കൂടെ ഉള്ള ആളുണ്ട്, നമ്മളെ ദർസിൽ തന്നെ ഫുള്ളായി ഓതി പഠിച്ചാൽ ഇപ്പൊ എന്റെ കൂടെ തന്നെയാണ്. അപ്പൊ അയാളാണെങ്കിലോ കൃഷിയെ കുറിച്ച് നല്ല അറിയുന്ന ആളാണ്. അയാൾ അങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തിലുള്ള ആളാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, സദ്യ തൊടല്ല എന്നാണ്. എന്താ കാരണം? അതിന് ഈ ഒരു വീക്ക്നെസ് ഉണ്ട് എന്നാണ്. അപ്പൊ ഇയാളോ ഈ കാണിച്ച ആള് അത് ശരിക്കും ഇയാൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് കാണിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പ്രശ്നം നിങ്ങൾക്കൊന്നുമില്ലെന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദേ ഞാനിപ്പൊ എന്റെ ഉപ്പാനെ ഓർക്കാണ്, മരിച്ചുപോയ ബാപ്പാനെ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. അയാൾ പറയാ, ഞങ്ങളെ ഉപ്പ ഞങ്ങൾ എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ ഞങ്ങളെ ബാപ്പ ചെയ്യൽ എന്താണെന്നറിയോ? ഈ തൂവാങ്ങെടുക്കും,
കേവലം തൂവല്ല, അതിന് കുറച്ച് ചുണ്ണാമ്പും പുരട്ടി കൊടുക്കും. അപ്പൊ ഒന്നും കൂടി അല്ലെ, അതിനല്ലേ നിങ്ങളിൽ കുറച്ചാൾ അങ്ങനെ ചെയ്തതുപോലെ ഉണ്ട്, കൊണ്ടവരും ഉണ്ട് ചെയ്തവരും ഉണ്ട്. ആയിക്കോട്ടെ. അപ്പോ കുറച്ച് ചുണ്ണാമ്പ് അങ്ങ് പുരട്ടി കൊടുക്കും. എന്നിട്ട് അതങ്ങ് തരൂ ഉസ്താദേ, അതുകൊണ്ട് ഇപ്പൊ അത് ശീലിച്ചു, ഇപ്പൊ എത്ര പിടിച്ചാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ ശീലിച്ചാ പിന്നെ അങ്ങനെയാണല്ലോ എന്ന്. സുബ്ഹാനല്ലാ, ഇന്നിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇന്നിപ്പോ കുട്ടികൾക്ക് അടിക്കാൻ പറ്റുമോ? പഴയ കാലത്ത് കുട്ടിയെ അടിച്ചാൽ അല്ലേ, ഉമ്മ അടിച്ചില്ലേ, വാപ്പ അടിച്ചില്ലേ, എത്രയാണ് അടിച്ചത്? ഉസ്താദ് അടിച്ചില്ലേ? ഉസ്താദ് അടിച്ചാൽ ഒരു പ്രശ്നമില്ല. കുട്ടി വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പരാതി പറഞ്ഞാൽ ഉമ്മ പറയും നന്നായി. ബാപ്പ വിളിച്ചിട്ട് ഉസ്താദിനോട് പറയും, ഉസ്താദേ പിന്നെ എന്റെ മോനെ നിങ്ങൾ അടിച്ചു ആണാ? അതെ അതെ ആചാര അടിച്ചു, ശരിയാണ്. എന്നാലേ ഒന്നും കൂടി കൊടുത്തോളൂ എന്ന് പറഞ്ഞു, എന്നാലേ ഓ നന്നാവുള്ളൂ. അങ്ങനെയാണ് പഴയ കാലത്ത് പറയാ. എന്നോ അടിച്ചാല് കുട്ടീനെ പിടിച്ചു നേരെ കൊണ്ടുവന്നിട്ട് പറയും, നിങ്ങൾ അടിക്കാനൊന്നും ഏൽപ്പിച്ചില്ലല്ലോ, പഠിപ്പിക്കാനല്ലേ പഠിപ്പിച്ചാൽ മതി ഇട്ടാണ്. ആരെ മുന്നിൽ തന്നെയാ പഠിക്കണേ ഇത് പറയണേ? ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നത് എന്ന് കരുതിയിട്ട് ഉസ്താദുമാരും അങ്ങനെ കണ്ണിൽ ചോരല്ലാത്ത വിധത്തിലൊന്നും അടിക്കാറില്ല കേട്ടോ. ഏടെങ്കിലും ചിലപ്പോ ഏതോ ഒരു നാട്ടിൽ നിന്ന് എന്തോന്ന് നടന്ന വീഡിയോ അങ്ങ് എടുത്തിട്ട് ഈ മോലേമാര് കണ്ട ആ കുട്ടികളെ കണ്ണിൽ ചോരയില്ലാന്ന് ഞങ്ങൾ പറയും. ഇവിടെ അങ്ങനെ പറയും, ആ പ്രയോഗം നടത്തും? ഇവിടെ അങ്ങനത്തെ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് നടത്താറില്ല അല്ലേ. കണ്ണിൽ ചോരല്ല എന്ന് പറഞ്ഞാൽ കരുണയില്ല എന്ന് അതിനർത്ഥം. ആ പ്രയോഗം ഇവിടെ നടത്താറുണ്ടോന്ന് ഞാൻ ചോദിക്കണം. ഉണ്ടല്ലേ? അപ്പോ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, കണ്ണിൽ ചോരല്ല എന്നാണ്. അപ്പോ ഇതിങ്ങനെ ഏതോ ഒരു നാട്ടിൽ ആരോ ഒരാൾ ഉസ്താദാകണമെന്നില്ല, ഒരു ലംബാ താടിയും ഒരു നീള തൊപ്പിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചിലപ്പോ ഏതോ ഒരുത്തിനെ അടിക്കണം. ചിലപ്പോ അത് ട്രോൾ ചെയ്യണതായിരിക്കും, അല്ലെങ്കിൽ വേറെന്തോ ആയിരിക്കും. ഇന്നിപ്പോ ഒന്നും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അതിനങ്ങ് പിടിച്ചിട്ട് ഉസ്താദ്മാരൊക്കെ എങ്ങനെയാണെന്ന് പറയും. ആര്? നമ്മൾ എത്ര കാലം പഠിച്ചു? മദ്രസയിലൊക്കെ പഠിച്ചവരല്ലേ, ദർസുകളിൽ പഠിച്ചവരല്ലേ? സുബ്ഹാന ജല്ല ജലാലു, ഞാനൊക്കെ 9 വർഷക്കാലം ഒറ്റ ഉസ്താദിന്റെ കീഴിൽ പഠിച്ചതാ. 9 വർഷക്കാലം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദന്മാരെ കയ്യിൽ നിന്ന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലോ അങ്ങനെയുള്ള അടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ആ കിട്ടിയ അടി കൊണ്ട് നമ്മൾ ആ തെറ്റ് അവസാനിപ്പിക്കും, നിർത്തും. ഇന്ന് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഉസ്താദിനോട് പറഞ്ഞേ, നിങ്ങൾ അടിക്കാനൊന്നും ഏൽപ്പിച്ചില്ലല്ലോ, നിങ്ങൾക്ക് ശമ്പളം തരുന്ന അടിക്കാനാ പഠിപ്പിക്കാനാ? ഇനി കുട്ടിയെങ്കാലും തലയിലെ മുടി അത് ഫാഷനിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വന്നപ്പോ ഇത് ഉപ്പ കണ്ടല്ലേ ഈ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ കോലുണ്ടെന്ന് അല്ലേ? ഉമ്മയും കണ്ടല്ലേ? ഞാൻ അതാ പറയുന്നത്. ഞാനിപ്പോ അടുത്തൊരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ചെറിയ കുട്ടികളെ ഞാനിപ്പോ അടുത്തൊരു സലൂണിൽ പോയിട്ടാ. നമ്മളിങ്ങനെ തലമുടി നമുക്കുണ്ടല്ലോ, ഇപ്പൊ മോലേമാരാ തലകെട്ട് കെട്ടുന്ന കരുതിട്ട് മുടിയൊപ്പിക്കാതിരിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ കട്ടിങ്ങിന് വേണ്ടി പോയതാ. സാധാരണഗതിയിൽ ദർസിൽ വന്നിട്ടാ ചെയ്യാ. ഒരു ദിവസം രസത്തിന് വേണ്ടി നമ്മളങ്ങനെ പോവാ, പുറത്തിറങ്ങിയാൽ കുറച്ച് പുതിയ ഇൽമ കിട്ടുമല്ലോ എന്ന് കരുതിട്ട് പോയതാ. അന്ന് പുതിയൊരു ഇൽമ കിട്ടി. എന്താ പുതിയ ഇൽമ? സുബ്ഹാനല്ലാഹ്, ഞാൻ അവിടെ പോയി ഇരുന്നപ്പോ ഞാനിങ്ങനെ എന്റെ കട്ടിങ് ഇങ്ങനെ ബാർബർ ഇങ്ങനെ കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ 2 മക്കൾ അവിടെ വന്നു. ഒരുത്തന് മൂത്തോനാണ്, പിന്നെ ചെറിയോനാണ്. ചെറുത് ജ്യേഷ്ഠാഞ്ചന്മാർ, ചെറിയ മക്കളാ. വന്നിട്ട് ജേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രായമൊന്നുമില്ല, ചെറിയ മോനാണ്. അവനേക്കാൾ ചെറുതാണ് അനുജന്. അനുജനെ ഇരുത്തിട്ട് പറഞ്ഞു, പിന്നെ സ്ലോപ്പ് കട്ടിങ് കേട്ടോ എന്നാണ്. സ്ലോപ്പ് കട്ടിങ് നമുക്ക് മനസ്സിലായില്ല. ഇവിടെ ആ കട്ടിങ് ഒന്നുമില്ല ഉണ്ടല്ലേ, ഇവിടെ ഇപ്പൊ അതിന്റെ അപ്പുറത്താണ്. ഇപ്പൊ സ്ലോപ്പ് കട്ടിങ് ഇതാണ്. സ്ലോപ്പ് കട്ടിങ് ചെയ്യണോ? എന്റെ അനുജന്റെ കട്ടിങ് നോർമൽ കട്ടിങ് അല്ല, സ്ലോപ്പ് കട്ടിങ്. സ്ലോപ്പ് കട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ സ്ലാപ്പൊക്കെ സ്ലോപ്പ് ചെയ്യാന്ന് നമ്മളെ നാട്ടിലൊക്കെ പറയാം. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്ത് സ്ലോപ്പ്? സ്ലോപ്പ് പറഞ്ഞാൽ എത്തപ്പ ഇത് വേദ മാറുണ്ടോ റബ്ബേ? ഞാൻ നിങ്ങൾക്ക് സ്ലോപ്പ് പഠിപ്പിച്ച. സ്ലോപ്പ് എന്ന് പറഞ്ഞാല് ലെവലല്ലാതെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇറക്കത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാം. നമ്മൾ ഈ ബാത്റൂം, ടോയ്ലറ്റ്, വാഷ്റൂം ഒക്കെ അല്ലേ, ചില ടോയ്ലറ്റിൽ ചെന്നാൽ സുബ്ഹാന ജല്ല ജലാലു സ്വിമ്മിംഗ് പൂലാനാ തോന്നിപ്പോവാ. എന്താ കാരണം? വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുക. എന്താ കാരണം? അത് സ്ലോപ്പിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്. കോൺട്രാക്ടർമാർ ഇവിടെ ഉണ്ടാവുമല്ലോ, ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ആളുകളൊക്കെ. അപ്പൊ എന്നതുപോലെ സ്ലാപ്പിന്റെ മുകളിൽ ഇങ്ങനെ സ്ലോപ്പ് വരുത്തും, കുറച്ചിങ്ങനെ ചരിച്ചിട്ട് കൊണ്ടുപോകും. എന്താ കാരണം? വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടി. അതാ ബക്കറ്റില് നല്ല സംഭാവന ഓരോരുത്തരും നല്ല നിയത്തോടു കൂടെ ഇടുക.
അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. സന്തോഷം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല നിയത്തോടുകൂടെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നല്ല സംരംഭങ്ങൾ, അതിനോടൊക്കെ സഹകരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ സഹകരിക്കുക. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ 11 മണിക്ക്, ഇപ്പൊ 10:30 11 മണിക്ക് കൃത്യം ഞാൻ എന്റെ വാള് നിർത്തും. അൽഹംദുലില്ലാ, നല്ല സദസ്സാണ്. പഴയ കാലങ്ങളെ പോലെയല്ല, കുറെ മുമ്പത്തെ കോവിഡ് കാലത്തെ മുമ്പത്തെ വാലിന്റെ സദസ്സുകളെ പോലെ തോന്നാണ് ഈ സദസ്സുകളൊക്കെ കാണുമ്പോൾ. കല്ലറക്കൽ പള്ളി പരിസരത്ത് ഈ വാലിന്റെ സദസ്സ് അൽഹംദുലില്ലാ, ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും നല്ല ആളാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, പുരുഷന്മാരും ചില സ്ഥലത്ത് ചെന്നാല് അവിടെയൊക്കെ പറയും ആണുങ്ങൾ കുറച്ചാണെങ്കിലും വിഷമിക്കട്ടോ, സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയൊന്നുമില്ലല്ലോ സ്ത്രീകൾ ഉണ്ടോ ഇല്ലെന്നോ. അങ്ങനെ പറയാം. ഇവിടെ അൽഹംദുലില്ലാ സ്ത്രീകൾ കണ്ടമാനം ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരും ധാരാളം ഉണ്ട്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ ദീനി ചൈതന്യം അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് സ്ലോപ്പ് കട്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, ഈ ബാർബറിനോട്, എന്താണ് ഈ സ്ലോപ്പ് കട്ടിങ് എന്ന് പറഞ്ഞാൽ? അപ്പൊ അവൻ പറഞ്ഞു തന്നു, ഒരേ ലെവലല്ലാതെ കുറച്ച് താഴോട്ട് ഇങ്ങനെ ലെവലൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കുക. പഴയ കുറെ മുമ്പുള്ള ഫാഷൻ കട്ടിങ് തന്നെയാണ്, പക്ഷെ അതിനെ കുറിച്ച് പേരിപ്പോ പറയൽ എങ്ങനെയാണ്, സ്ലോപ്പ് കട്ടിങ് അല്ലേ. പഴയ കാലത്തുള്ള കളി ഉണ്ടായിരുന്നു, നമ്മളെ കുട്ടികളൊക്കെ കളിച്ചിരുന്ന കളി. ഇന്ന് എവിടെ കളി? ഇന്നൊക്കെ കളി മൊബൈലിൽ ഒതുങ്ങിയിരിക്കുകയാണ്. മൊബൈലിലാണ് കളി. പഴയ കാലത്ത് കളി അങ്ങനെയല്ല. എന്താ, ഞങ്ങളുടെ നാട്ടിലൊരു കളി ഉണ്ടായിരുന്നു, കണ്ണാമുച്ചാല എന്നതിന് പറയാം. കണ്ണാമുച്ചാല എന്ന് പറഞ്ഞാൽ എല്ലാരും പോയി ഒന്നിങ്ങനെ ഒളിച്ചിരിക്കുക, ഒരാൾ തേടിപ്പിടിക്കുക. എന്താ നിങ്ങളെന്താ പറയാ? ഒളിച്ചു കളി. അഞ്ചാപ്പാണ് ഒളിച്ചു കളി. അതിനെ ഞങ്ങളെ ഭാഷയിൽ പറയാ കണ്ണാമുച്ചാല എന്നാണ് ആ കളിക്ക് പറയാ. ഇപ്പൊ എന്ത് കണ്ണാമുച്ചാല? കുട്ടികളോട് ഒളിച്ചു കളി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? അതൊക്കെ ചിരിക്കണുണ്ടല്ലേ. എന്താ പറയാ? ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക, സീക്ക് എന്ന് പറഞ്ഞാൽ തേടിപ്പിടിക്കുക. അതാണ് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാൽ. ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ആ കളിയൊക്കെ ഇപ്പൊ അങ്ങനെ പോയി. എന്താ കാരണം? മൊബൈലിൽ കളിയായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇതിങ്ങനെ ചെയ്തപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു സ്ലോപ്പ് കട്ടിങ് എന്ന് പറഞ്ഞ് ഇന്നതാണ്. അപ്പൊ ജേട്ടൻ അനുജനെ ഇരുത്തിയിട്ട് ബാർബറിനോട് പറയാണ് സ്ലോപ്പ് കട്ടിങ് ചെയ്യണോ. അവൻ നല്ല മട്ടത്തിൽ സ്ലോപ്പ് ഒക്കെ കട്ടിങ് ചെയ്തിട്ട് മടങ്ങിപ്പോയി. അപ്പൊ ഞാൻ ഈ കുട്ടിയെ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. ഈ സലൂണിൽ കയറിയാൽ അവിടെ പ്രത്യേകതയാണ്, നമ്മളെ മുന്നിലും ബാക്കിലും ഒക്കെ കാണും. അല്ലെ, അങ്ങനെയാണല്ല? കാരണം നേരെ മുന്നിലും ഗ്ലാസ് ഉണ്ടാവും, ബാക്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരുപോലെ കാണും. അപ്പൊ ബാക്കിൽ ഇരിക്കുന്ന ആള് ബാക്കിൽ ഇരുന്നിട്ട് മുന്നിലുള്ള ആളെ പരിഹസിക്കാൻ പറ്റൂല. എവിടെ? സെലൂണിൽ പറ്റൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ കാരണം? നമ്മളെ മുന്നിൽ കൂടെ ഇങ്ങനെ കാണും. അവിടെ നമുക്ക് എല്ലാവർക്കും കറാമത്തുള്ള സ്ഥലമാണത്. എന്താ കാരണം? മുന്നിലത്തത് മാത്രമല്ല, ബാക്കത്തതും കൂടി കാണും. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനല്ല, ഇന്നീല അറ മിംവറ, എന്റെ ബാക്കിൽ നിന്ന് ഞാൻ കാണുമെന്നാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഈ മിററൊന്നും വെക്കാതെയാണ്. നമ്മൾ അങ്ങനെയല്ല, ഇതിങ്ങനെ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ഗ്ലാസ് വെച്ചപ്പോൾ ബാക്കിൽ നിന്ന് കാണും. അപ്പൊ ഈ കുട്ടി അവിടുന്ന് ഇങ്ങനെ സ്ലോപ്പ് കട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം? മൊബൈലിലൂടെ വോയിസ് വിട്ടിട്ട് അത് സെർച്ച് ചെയ്യാണ്, ഈ സ്ലോപ്പ് കട്ടിങ് ഇങ്ങനെയാണ് നോക്കുങ്ങൾ. അപ്പൊ ഞാൻ എന്താ ചെയ്യണത്? ഉപ്പാക്ക് നേരല്ല എന്ന് പറയരുത്. ഇതിന് നേരല്ലെങ്കിൽ ഇനി എന്തിനാണ് നേരം? എന്തിനാണ് നമ്മുടെ സമയം? ഇതിനല്ലെങ്കിൽ വേറെ എന്തിനാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്? അവിടെ ഉപ്പമാർ കുട്ടികളെ സലൂണിൽ കൊണ്ടുപോകണം. എന്നിട്ട് ഉപ്പമാർ ആഗ്രഹിക്കുന്ന നല്ല നോർമൽ കട്ടിങ്, ആ കട്ടിംഗ് ആണ് നമ്മുടെ കുട്ടികളുടെ തലയിലെ മുടി കട്ടിങ് ചെയ്യിക്കേണ്ടത്, ആവശ്യപ്പെടേണ്ടത്. അവരെ തന്നെ വിട്ടാൽ അവർക്ക് തോന്നിയത് അവർ കട്ട് ചെയ്ത് വരും. അങ്ങനെ വന്നപ്പോഴാണ് പള്ളിയിലെ ഉസ്താദ് ആദ്യമൊക്കെ മര്യാദക്കോനോട് പറഞ്ഞു, മോനെ നാളെ വരുമ്പോ ഒന്ന് ശരിയാക്കി വരണം, ഇത് ശരിയല്ല കേട്ടോ. രണ്ടാമതായും പറഞ്ഞു. അവൻ കേട്ടില്ല. കാരണം അവൻക്ക് ഉറപ്പുണ്ട് ഉപ്പയും ഉമ്മയും മോന്റെ സപ്പോർട്ടാണ് എപ്പോഴും. അതുകൊണ്ട് അവനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂന്നാമതായി വന്നപ്പോ ഉസ്താദ് ഒന്ന് ക്ലാസിന്റെ പുറത്തു നിർത്തി. എന്താ കാരണം? ഇനി ക്ലാസ്സിലേക്ക് എടുക്കണമെങ്കിൽ നീ ഉപ്പാനെ കൂട്ടി വരണം, അല്ലെങ്കിൽ ഇത് ശരിയാക്കിയിട്ട് വരണം. അപ്പോ ഇവന് ഈ ആദ്യത്തെ പ്രശ്നങ്ങളൊന്നും ഇവൻ ഉമ്മാനോടോ ഉപ്പാനോടോ പോയി പറഞ്ഞില്ല. ക്ലാസ്സിൽ നിന്ന് പുറത്തു നിർത്തി എന്ന കാര്യം മാത്രമേ പോയി പറഞ്ഞു. എന്തിനാണ് എന്ന് ഉപ്പ ചിന്തിച്ചില്ല. എന്തിനാണ് എന്ന് ഉമ്മ ആലോചിച്ചില്ല. പിറ്റേ ദിവസം ഉപ്പ കൂട്ടിക്കൊണ്ടുവന്നു. എന്താ വന്നിട്ട് മോലരെ നിങ്ങളെ ക്ലാസ് ഒന്ന് പുറത്തു നിർത്താനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ പറഞ്ഞേക്ക, പുറത്തു നിർത്താൻ പറഞ്ഞിട്ടില്ല. പഴയ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ. പഴയ കാലത്ത് ഇങ്ങനെയില്ല. അതുകൊണ്ട് അന്നൊരടി കിട്ടിയാൽ ആ അടിയോടെ അക്കുട്ടിയുടെ ലൈഫ് ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടായി.
ഇന്നിപ്പോ ഞാനിപ്പോ ഇന്ന് അറിഞ്ഞു സ്കൂളിലൊക്കെ ഒരു ഇതുണ്ട്, രാവിലത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. കുട്ടികളോട് ഇപ്പൊ അങ്ങനെ എഴുതിപ്പിക്കുക, നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്ര കണ്ട് കുട്ടികളെ നോട്ട് പുസ്തകങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ സ്കൂളിലൊക്കെ അങ്ങനെ ഒന്നും തുടങ്ങി, രാവിലത്തെ അനുഭവങ്ങൾ. നമ്മളിതൊക്കെ കണ്ടറിയണം. ഇപ്പൊ അടിച്ചാല് തങ്ങൾ ബാബ പറയണ ഉസ്താദിന്റെ ടേണിംഗ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇപ്പൊ രാവിലത്തെ അനുഭവങ്ങൾ എന്ന് കുട്ടികളുടെ നോട്ട് പുസ്തകത്തിൽ അങ്ങനെ ഒരു ഇത് വന്നു. നിങ്ങൾ കുട്ടികൾ പുസ്തകം എടുത്ത് നോക്കിയാൽ മതി, ഉമ്മമാർ ശ്രദ്ധിച്ചോണ്ടോന്ന് അറിയില്ല. രാവിലത്തെ അനുഭവങ്ങൾ. എന്നാലും ഒരു കുട്ടി അനുഭവം എഴുതി, വല്ലാത്ത അനുഭവമാണ്. എന്താ അനുഭവം? ഞാൻ രാവിലെ എണീറ്റു, മദ്രസയിൽ പോയി. ആദ്യത്തെ തന്നെയാണല്ലോ മദ്രസയിൽ പോയപ്പോൾ എനിക്ക് എന്റെ ഉസ്താദ് അടിച്ചു. എന്തിനാണെന്ന് പറഞ്ഞില്ല. അപ്പൊ രാവിലത്തെ അനുഭവം കണ്ട. ഇന്നിപ്പോ അങ്ങനെയാണ്. അതൊന്ന് കിട്ടാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വളർന്നു വരുന്ന യുവതലമുറ ഇനി കുറച്ച കാലങ്ങൾ അങ്ങ് കഴിഞ്ഞാൽ നമ്മൾ ഭയക്കണം.